നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപസ്മാരം എത്ര തരം ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിൽ കറണ്ട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പല പ്രതിഫലനങ്ങളെ, അത് തരിപ്പായിരിക്കാം, മുഖത്തിൻ്റെ കോടലായിരിക്കാം, നാക്ക് കടിച്ച് കൈയും കാലും ഇട്ട് അടിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെയാണ് സീഷർ, അതല്ലെങ്കിൽ മലയാളത്തിൽ ചുഴലി എന്നൊക്കെ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് അനേകം തവണ, ഒന്നിൽ കൂടുതൽ തവണ സീഷർ ഉണ്ടായാൽ അവരെ അപസ്മാര രോഗി അല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ള ഒരു പേഷ്യൻ്റ് എന്ന് വിളിക്കും. ഈ എപ്പിലെപ്സി പല തരത്തിലുള്ളതുണ്ട്. പ്രധാനമായും അതിനെ രണ്ടായി തിരിക്കാം. ഒന്നാമത്തേതാണ് ഫോക്കൽ എപ്പിലെപ്സി, രണ്ടാമത്തേതാണ് ജനറലൈസ്ഡ് എപ്പിലെപ്സി. വളരെ സിമ്പിളായി പറഞ്ഞാൽ, സ്വബോധം നിലനിൽക്കുന്ന, സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുന്ന അപസ്മാരമാണ് ഫോക്കൽ എപ്പിലെപ്സി. സ്വബോധം നഷ്ടപ്പെടുന്ന, തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന, ബോധം കെട്ട് വീഴുന്ന എപ്പിലെപ്സിയാണ് ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഫോക്കൽ എപ്പിലെപ്സിയിൽ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തെറ്റായ രീതിയിൽ കറണ്ടിൻ്റെ ഡിസ്ചാർജ് തുടങ്ങി അത് തലച്ചോറിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കും. തലച്ചോറിൻ്റെ ഏതു ഭാഗത്തു നിന്നാണോ ഈ കറണ്ടിൻ്റെ ഡിസ്ചാർജ് വരുന്നത്, അതനുസരിച്ച് രോഗികൾക്ക് ശരീരത്തിൽ പല ലക്ഷണങ്ങളുണ്ടാവും. ചിലർക്ക് കൈക്ക് തരിപ്പുണ്ടായേക്കാം, ചിലർക്ക് ഒരു കൈ മാത്രം വിറച്ചേക്കാം, ചിലരുടെ മുഖം കൂടിപ്പോകും, ചിലർക്ക് എന്തോ എരച്ചു കയറി തികട്ടി വരുന്നത് പോലെയുള്ള ഒരു തോന്നൽ, ഒരു മോശമായ സ്മെല്ല് വരിക, അല്ലെങ്കിൽ ഒരു നിമിഷം സ്റ്റക്കാവുന്നത് പോലെ തോന്നുക, മുമ്പ് എവിടെയോ പരിചയമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നൊരു തോന്നൽ, ഒരു ഡീജാവു ഫീലിംഗ് ഉണ്ടാവുക. ഇതെല്ലാമാണ് ഫോക്കൽ എപ്പിലെപ്സിയുടെ ലക്ഷണങ്ങൾ. ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്നതിൻ്റെ അകത്ത് വെറുതെ ഇരിക്കുന്ന രോഗിക്ക് പെട്ടെന്ന് കൈയും കാലും ഇട്ട് അടിക്കുക, ഒരു അലർച്ച പോലെ ഉണ്ടാവുക, നാക്ക് കടിക്കുക, വായിൽ നിന്ന് ഒരയും പതയും വരിക, കൈയും കാലും ഇട്ട് അടിക്കുന്നത് 2-3 മിനിറ്റ് നീണ്ടു നിൽക്കുക, പിന്നെ സ്വബോധം പതിയെ വരിക, കുറച്ച് സമയത്തേക്ക് പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുകയോ എവിടെയാണെന്ന് അറിയാതെ കിടക്കുകയോ ചെയ്യുക. ഇതിനെയാണ് ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് വിളിക്കുന്നത്. ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറയുന്നത് തന്നെ പല തരമുണ്ട്. അതിലേറ്റവും കോമൺ ആയ എപ്പിലെപ്സിയാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിനെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾക്ക് ലോബ് എന്നാണ് വിളിക്കുന്നത്. നമ്മളുടെ സ്വഭാവം എങ്ങനെ, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയെന്ന് തീരുമാനിക്കുന്ന മുൻപിലുള്ള ഫ്രോണ്ടൽ ലോബ്, നമ്മളുടെ ഓർമ്മ കൈകാര്യം ചെയ്യുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ കണക്കിനുള്ള പ്രാവീണ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന പറൈറ്റൽ ലോബ്, കാഴ്ച കൈകാര്യം ചെയ്യുന്ന ഓക്സിപിറ്റൽ ലോബ്. അപ്പോൾ ഈ ഭാഗത്ത് കറണ്ടിൻ്റെ ഡിസ്ചാർജ് വന്നാൽ ആ ഓരോ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം. അങ്ങനെ ഏറ്റവും കോമൺ ആയി എപ്പിലെപ്സി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ഇനി ഈ രണ്ടും മിക്സ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ, ഫോക്കൽ എപ്പിലെപ്സി ഉണ്ടാവുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടേക്കാം. തലയൊന്ന് കോടിക്കൊണ്ട് ഫോക്കൽ എപ്പിലെപ്സി തുടങ്ങുന്ന ആൾക്ക് അതിനുശേഷം കൈയും കാലും ഇട്ട് അടിക്കുകയും വായും നൊരയും പതയും വരുന്നതിലേക്ക് വരാം. അതിനാണ് ഫോക്കൽ ടു ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കലായിട്ട് തുടങ്ങി, പിന്നെ ജനറലൈസ്ഡായി മാറി. ഇനി ജനറലൈസ്ഡ് എപ്പിലെപ്സിയുടെ തരങ്ങൾ എന്തൊക്കെ? ഇത് എന്ത് തരം എപ്പിലെപ്സി എന്നതിനെ ആശ്രയിച്ച് ആബ്സെൻസ് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം രോഗി സ്റ്റക്കാവുന്നു, ചിലപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് ചിമ്മുന്നത് പോലെ ഉണ്ടായേക്കാം, കൈയും കാലും ഇട്ട് അടിക്കുകയൊന്നുമില്ല, ഇതിനെ ആബ്സെൻസ് സീഷർ എന്ന് പറയും. ചിലപ്പോഴൊക്കെ രോഗികൾക്ക് സ്വബോധം തുടക്കത്തിൽ നഷ്ടപ്പെടുകയില്ല, ഒരു ശരീരത്തിനൊരു നടുക്കം പോലെ ഉണ്ടാവും, അതിനുശേഷം ഫിറ്റ്സ് ഉണ്ടാവും. ഇവയെ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയും. ചിലർക്ക്
ശരീരത്തിൻ്റെ പവറേ നഷ്ടപ്പെടും. വെറുതെ നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞങ്ങ് നിലത്തോട്ടങ്ങ് വീഴും, സ്വബോധവുമില്ല. ഇതിനെ എറ്റോണിക് എപ്പിലെപ്സി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ടോൺ നഷ്ടപ്പെടുന്നു എന്ന് പറയും. ഏറ്റവും കോമൺ ആയിട്ടുള്ള ജനറലൈസ്ഡ് എപ്പിലെപ്സിയാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് എപ്പിലെപ്സി. നേരത്തെ പറഞ്ഞ അലർച്ചയോടെ തുടങ്ങി നാക്കൊക്കെ കടിച്ചു പൊട്ടിച്ച് കൈയും കാലും ഇട്ട് ഇങ്ങനെ അടിക്കുന്ന തരത്തിലുള്ള ബോധം നഷ്ടപ്പെടുന്ന എപ്പിലെപ്സി. ഈ എന്ത് തരം എപ്പിലെപ്സി ആയാലും എന്താ, ചികിത്സിച്ചാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഫോക്കൽ എപ്പിലെപ്സി ആയിക്കോട്ടെ, ജനറലൈസ്ഡ് എപ്പിലെപ്സി ആയിക്കോട്ടെ, ഇതിൻ്റെ പല തരങ്ങളായിക്കോട്ടെ, പലതിനും കൂടുതൽ യോജിക്കുന്ന ചില മരുന്നുകളുണ്ട്. പിന്നെ മയോക്ലോണിക് എപ്പിലെപ്സി പോലെയുള്ള ചില രോഗങ്ങളിൽ ചില ഫിറ്റ്സിൻ്റെ മരുന്നുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണം പ്രധാനമാണ്. എപ്പിലെപ്സി എന്തെന്ന് തീരുമാനിക്കാനുള്ള EEG പ്രധാനമാണ്. ഏത് മരുന്നാണ് രോഗിക്ക് കൂടുതൽ യോജിക്കുക, എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും എന്നതെല്ലാം എന്ത് തരം എപ്പിലെപ്സി എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തെ ശ്രദ്ധിച്ച് കറക്റ്റായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നന്ദി.